എനിക്ക് ചേച്ചിയുടെ ഒന്നും മറ്റേ നവരസം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. ചേച്ചി പല സ്റ്റേജിലും ഇട്ട് കണ്ടിട്ടുണ്ട്. ഉറങ്ങിയല്ലേ ഒരുങ്ങി ഇറങ്ങിയേക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നീ പറയോ? അത് പറയണം. അത് പറയാൻ എനിക്കറിയില്ല ചേച്ചി, അത് ടാസ്ക്. ആദ്യത്തേത് ഞാൻ പറയാം, അറിയാവുന്നത് പോലെ പറഞ്ഞു. ഓർഡർ ഒന്നും കറക്റ്റ് ആയിരിക്കും. വേണ്ട, ഓർഡർ വേണ്ട. ഓക്കെ ഫൈൻ. ആദ്യത്തെ ശാന്തം, അത് ഭയങ്കര എളുപ്പമല്ലേ? ആദ്യമാണോ അവസാനത്തിൽ തുടങ്ങാം. ശാന്തം വേണ്ട, ഭയാനകം. ഭയാനകം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ കൂടിയാട്ടത്തിന്റെ രീതിയിലാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കൈ വെക്കുന്നുള്ളൂ കേട്ടോ. കൈവച്ചോ? എന്നെ കൈ വെക്കായിരുന്നാ മതി. ഇല്ല, നിന്നെ കൈ വെക്കില്ല. ഓക്കെ, ഭയാനകം. ഓക്കെ, ഇതാണ്. ഇതിന് നീ ഭയന്നല്ല, എനിക്കാ ഭയനകം. എനിക്കാ ഭയാനകം. കരുണം. കരുണം. അതെങ്ങനെ ചേച്ചി അങ്ങനെ പറപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ സിദ്ദിഖിക്കോട് ചോദിച്ചു കഴിഞ്ഞ ഇന്റർവ്യൂ. സിദ്ദിഖിക്ക് ഈ പറഞ്ഞ ഇമോഷണൽ രംഗങ്ങൾ അഭിനയിക്കുമ്പോ ഇവിടെ താടി വിറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇങ്ങനെ വിറപ്പിക്കുന്നത്? കഥകളി പഠിച്ചോണ്ടാ? അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാ സിദ്ദിഖ് കഥകളി ചേച്ചി കഥകളി പഠിച്ചോണ്ടാണ്. ഇതിപ്പം അത് കൂടിയാട്ട സമയത്ത് അവിടെ വെച്ച് പഠിപ്പിച്ചത് അങ്ങനെ സാധനം ചെയ്ത പോലെ വന്നായിരിക്കും. ഓൾമോസ്റ്റ് കഥ അല്ലാത്തവരും ചെയ്യും. ഇത് മാത്രം ഇത് ശൃംഗാരം അല്ലേ? ചേച്ചിയുടെ ശൃംഗാരം കേട്ട എനിക്ക് ഒരു നാളായി പോയി. അമ്മയുടെ ശൃംഗാരം കേട്ടിട്ടുണ്ടോ നീ? കണ്ടിട്ടുണ്ടോ? ശൃംഗാരം. പിന്നെ കരുണം. കരുണില്ലേ? കരുണം ഇപ്പൊ കാണിച്ചു. കരുണം കാണിച്ചോ? ഹാസ്യം. രൗദ്രം. ആ കണ്ണു ഉറപ്പിക്കുന്ന സാധനം എനിക്കറിയാട്ടോ. ഇതല്ലേ? നിന്റെ കണ്ണേ കാണാനില്ല. ചെറിയ കണ്ണ. ബീവത്സം. ബീവത്സം എന്ന് വെച്ചാ വൃത്തിഹീനമായത്, ഹാസ്യം, ശൃംഗാരഹാസ്യം, രൗദ്രം, ഭയാനകം, അത്ഭുതം. ഞാൻ കാണിക്കുന്ന സാധനം കാണിക്കാൻ പറ്റുമോ? ഇത് ഞാൻ വീട്ടിൽ വെച്ചേക്കോ, എടുത്തില്ല. അവസാനത്തെ ശാന്തം അല്ലേ? ശാന്തം വരുന്ന ഞങ്ങൾ ഹൈലൈറ്റിൽ ഇത് ഇടും ചേച്ചി, പല ഭാവങ്ങള്. ചേച്ചി വീട്ടിലിടാനുള്ള സാധനം, വീട്ടിലിടാനുള്ള സാധനം കാണിച്ച് അമ്മൂച്ചനെ ചീത്ത പറയുന്നത്. അമ്മച്ചനെ അങ്ങനെ അമ്മച്ചൻ നല്ല ഗുഡ് ബോയ്യാ, ഋഷി പോലെ കാണിച്ചത്. അമ്മച്ചൻ അങ്ങനെ, അമ്മച്ചൻ നല്ല ഗുഡ് ബോയ് ആട്ടോ. അമ്മ എങ്ങനെയുണ്ട്? വീട്ടിൽ എങ്ങനെയുണ്ട്? ഭയങ്കര ദേഷ്യക്കാരിയാണോ? പണ്ട് ജിമ്മിൽ പോവാറുണ്ടായിരുന്നു. തല്ലാറുണ്ടോ അമ്മ? വടിയെടുത്ത് കൈ കൊണ്ട് തല്ലാറുണ്ടോ? പിച്ചാറുണ്ടോ? അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിട്ടാ? എങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ അവനെ ദേഷ്യപ്പെടാനും മാത്രമുള്ള അത് നല്ല കാര്യമല്ലേ? അത് നമുക്ക് മിടിക്കുക അമ്മ ആ കാര്യത്തിൽ. അമ്മ പോട്ടെ, അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? ക്വാളിറ്റി എന്താ? അമ്മയെ പൊന്നെ എന്തുകൊണ്ടാ ഇഷ്ടം? അടിപൊളി. പിന്നെ പിന്നെ ഒന്നുമില്ല. അമ്മയുടെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ദേഷ്യപ്പെടുത്തായിരിക്കും. അമ്മ എപ്പോഴും ദേഷ്യപ്പെടുവോ? ഇടയ്ക്ക് ഭയങ്കരയാണോ അമ്മ? പാവണോ? ഞാൻ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കും അമ്മ, ഞാനത് ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയെ ഇപ്പുറത്ത് വന്നിക്കോ, ചേട്ടൻ കിട്ടുന്നില്ലെന്ന് നിന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇവിടെ ഒന്നോ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നിലാവാൻ പോകുന്നു. ഏത് സ്കൂളാ? ഏത് സ്കൂളിലാ? നൈപുണ്യയിലല്ലേ? നൈപുണ്യയിലെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, അമ്മ ഫാൻ ആണല്ലോ, അമ്മയുടെ ചോദിക്കാറുണ്ടോ? അമ്മയുടെ ഫാൻ ആണെന്നൊക്കെ പറയാറുണ്ടോ?
കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലായിരിക്കും അല്ലേ? ചോദിക്കാറുണ്ടോ മുട്ട നീ എന്നോട് ഇതുവരെ ചോദിക്കാറുണ്ട് ചേച്ചി. ചേച്ചിക്ക് അറിയില്ലായിരുന്നോ? എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനത്തെ എല്ലാ സാധനം ഞാൻ അതിനകത്ത് പറയുന്നു. ഓ ഇങ്ങനെ വല്ല ഇന്റർവ്യൂ വരുമ്പോ പറയാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരുന്നത്. അവസരം കിട്ടിയിരുന്നില്ല അവനല്ലേ? എങ്ങനെ നോക്കിയോ ഇല്ല മതി. ടോവിനൊക്കെ പോലെ അടിപൊളി കേട്ടോ ചേച്ചി. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂവിൽ ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, പ്രാങ്ക് ഓഫ് ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മളെ സെഗ്മെന്റ് പേര്. ചേച്ചിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള അത്രയും എനിക്ക് തല്ല് കിട്ടുമെന്ന് കോൺഫിഡൻസ് ആണോ വേണ്ടത്? ഇല്ല ചേച്ചിന് അത്രയും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട് വിളിച്ച് നമുക്ക് പറ്റിക്കാം. ആരും നമുക്ക് പറ്റിക്കാൻ യോഗ്യതയുള്ള ഒരു ഫ്രണ്ട് ആരാ? പറ്റിക്കുന്ന ആർക്കോ പറ്റിക്കുന്ന ഈ യോഗ്യത ഒന്നുമില്ല. അങ്ങനെ നമുക്ക് മഞ്ജു ചേച്ചി വിളിക്കാം. മഞ്ജു പിള്ള ചേച്ചിനെ വിളിക്കാം. മഞ്ജു ചേച്ചി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ ചിലപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും എടുക്കണമെന്നില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ മറച്ചിട്ട ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വളരെ കുറവാ. മഞ്ജു ചേച്ചി പിന്നെ നല്ല മഞ്ജു ചേച്ചി അത് പിന്നെ വലിയ കുഴപ്പമില്ല. ചേച്ചിനെ വിളിക്കാം. ചേച്ചിനെ വിളിച്ചിട്ട് എന്താ പറയാ? ചേച്ചിനെ വിളിച്ചിട്ട് എങ്ങനെ പറയാം? നമുക്ക് ഹോട്ടലിൽ ഇരിക്കുക, ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി, ചില വലിയൊരു എമൗണ്ട് ഒരു 4200 രൂപ അടയ്ക്കണം, ഞാൻ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്, ചേച്ചി പെട്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. ടെസ്റ്റ് അല്ലല്ലോ, ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ, ഗൂഗിൾ പേ തരുമോ? ഗൂഗിൾ പേ ചെയ്ത് അതിന് മുന്നെന്താ പറഞ്ഞേ? ടെസ്റ്റ് ചെയ്ത് തരുമോ? അതെന്തത്? ഗൂഗിൾ പേയുടെ ആദ്യത്തെ പേര് ടെസ്റ്റ് എന്നായിരുന്നു. ഗൂഗിൾ പേ ചെയ്ത് തരുമോ? പുതിയ അറിവാട്ടോ അത്. ആണോ? ജസ്റ്റ് ഫോർ നോളജ് പിടിച്ചോ. ടെസ് ഗൂഗിൾ പേ ചെയ്ത് തരുമോ ചോദിച്ചാൽ മതി. ഗൂഗിൾ പേ കൺഫ്യൂഷൻ വേണ്ട. വിളിച്ചോ? ലൗഡ് സ്പീക്കർ ഇടണം. അയ്യോ പണിയാവരുത്. ഞാൻ ഇടയ്ക്ക് ഷൗട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ ഷൗട്ട് ചെയ്യണല്ലോ, എനിക്കറിയില്ലല്ലോ. മഞ്ജു ചേച്ചിയാണോ? ജ്യോതി ചേച്ചിയാണോ? മഞ്ജു ചേച്ചിയാണോ? ആ മഞ്ജു ചേച്ചിയാ? മഞ്ജു ചേച്ചി ഞാനൊരു അത്യാവശ്യമായിട്ടാ വിളിക്കുന്നത്. ഞാനേ ഇവിടെ ഒരു റെസ്റ്റോറന്റില് ഇതോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നേ. ഇവിടുത്തെ സ്റ്റാഫിന്റെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ വെച്ചാല് അതായത് ഞാനിവിടെ ഒരു റെസ്റ്റോറന്റിൽ വന്നതാ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, കയ്യിൽ ക്യാഷും ഇല്ല. അതിന് ഞാൻ അവരോട് ഇല്ല ഞാൻ കാശ് എടുക്കാതെ വന്നു. 4250 രൂപ ബില്ലും വന്നു. എനിക്കാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്താൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. അപ്പോൾ അവന്മാർ പറയുന്നത് ചാർജർ ഇല്ല, ഇതൊക്കെ അറിയാതെയാണോ വന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സീൻ. ഒരുത്തനൊരു മാനേജർ ഒരുത്തൻ വന്നിരുന്നിട്ട് കടന്ന് കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഏയ് മലയാളിയല്ല എടി, അതല്ല ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേച്ചി അല്ല ചേച്ചി ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, 1 minute please. We don't know Malayalam. 1 minute please. 1 minute. It's already taking your time. 1 minute please. 1 minute. ഒരു മിനിറ്റ് പ്ലീസ്. ചേച്ചി എന്താ ചെയ്യോ? ഞാൻ ഇവിടുത്തെ നമ്പർ തരട്ടെ, ഇതിലേക്ക് എനിക്കൊരു ഗൂഗിൾ പേ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നാട്ടിലല്ലെന്നേ ഉള്ളത്, ഞാൻ ബാംഗ്ലൂർ. അതാ പ്രശ്നം. ആന്നേ, ഞാൻ മോനുമായിട്ട് വന്നത്, അമ്പാടിയും കൂടെ ഉണ്ട്. അതല്ലേ മലയാളി. 4250 രൂപ വേണം. എന്നെ ഇവന്മാര് പറയാൻ ഇവിടെ പാത്രമൊക്കെ കഴുകിട്ട് പോയാൽ മതി.